നമ്മൾ ഇന്നലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ നീറ്റ് പരീക്ഷ രാജ്യത്തെ ദേശീയ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായുള്ള ദേശീയ പൊതുപ്രവേശന പരീക്ഷയാണ് നീറ്റ്. അതിൽ ആ ചോദ്യപേപ്പർ ചോർന്ന് ആ പരീക്ഷ സർവത്ര കുളമായി നിൽക്കുന്നു. വലിയ തോതിൽ അഴിമതി അതിൽ നടമായിരിക്കുന്നു. വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. അതിനു മുമ്പ് അവർ വിവിധ ഹൈക്കോടതികളെ സമീപിച്ചു. CBI അന്വേഷണം വേണം എന്ന ആവശ്യമുയരുന്നു. ആ പരീക്ഷ റദ്ദു ചെയ്ത് പുനഃപരീക്ഷ നടത്തണം, വീണ്ടും പരീക്ഷ നടത്തണം എന്ന ആവശ്യം നിൽക്കുന്നു. സുപ്രീം കോടതി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അടുത്തത് വരികയാണ്. നീറ്റ് കഴിഞ്ഞ് നെറ്റ് പരീക്ഷയും അതുപോലെ തന്നെ ചോദ്യപേപ്പർ ചോർന്നു. ഇവിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA ഒരു കാര്യം ചെയ്തു. സുപ്രീം കോടതിയിലേക്കൊക്കെ കുട്ടികൾ പോകും, പരീക്ഷാർത്ഥികൾ പോകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ 11 ലക്ഷത്തിൽ പരം ഉദ്യോഗാർത്ഥികൾ എഴുതിയ ഈ പറഞ്ഞ പരീക്ഷ അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്വയം റദ്ദു ചെയ്ത് ആ പരീക്ഷ റദ്ദു ചെയ്തിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റം വലിയൊരു വിശ്വാസ്യത പ്രശ്നം ഉയർത്തുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ഈ ഒരു അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് പങ്കുവെക്കാൻ സിബി ഇപ്പോൾ ചേരുന്നത്. ദില്ലിയിൽ നിന്ന് വീണ്ടും നമ്മൾക്കൊപ്പം ചേരുന്നത്. അല്പം മുമ്പ് ഉത്തരേന്ത്യയുടെ അന്തരീക്ഷം, ഈ കടുത്ത ചൂടിനെക്കുറിച്ചാണ് സിബി സംസാരിച്ചതെങ്കിൽ അതുപോലെ തന്നെ അതീവ മാരകമായൊരവസ്ഥയിൽ രാജ്യത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല എത്തപ്പെട്ട് നിൽക്കുകയാണോ? അങ്ങേയറ്റം അഴിമതി, വ്യാപകമായി ചോദ്യപേപ്പർ ചോരുന്നു, വലിയ തോതിലുള്ള അഴിമതിയുടെ ഒരു അന്തരീക്ഷം. അപ്പോൾ അതാണ് മുമ്പ് പറഞ്ഞത്, നീറ്റിന് പിന്നാലെ നെറ്റും എന്ന അവസ്ഥയാണോ സിബി? തീർച്ചയായും ശരത്ത്, അത് തന്നെയാണ്. നീറ്റിന് പിന്നാലെ നെറ്റും വലിയ വിവാദമായിരിക്കുകയാണ്. അതായാലും നെറ്റ് വിവാദമാകുന്നതിന് മുമ്പ് തന്നെ 24 മണിക്കൂറിനുള്ളിൽ ആ പരീക്ഷ റദ്ദാക്കിക്കൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇന്നലെ രാത്രി വൈകിയെ തന്നെ ആ ഒരു ഓർഡർ ഇട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യം. ചൊവ്വാഴ്ചയാണ് എക്സാം നടത്തിയത്. ഏകദേശം 1205 കേന്ദ്രങ്ങളിലായി 11 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികളാണ് ആ പരീക്ഷ എഴുതിയത്. എന്നാൽ ബുധനാഴ്ച വൈകിട്ടോടെ ആ പരീക്ഷ റദ്ദാക്കിക്കൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഉത്തരവിടുകയും ചെയ്തു. ഇതിൽ പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്ന ക്രമക്കേട് നടന്നു എന്നുള്ളത് സൈബർ സുരക്ഷാ വിഭാഗം കൃത്യമായി അവരെ അറിയിച്ചിട്ടുണ്ട്. അത് പ്രകാരമാണ് ഈ ഒരു നടപടിയെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിക്കുന്നു. ഇനിയിപ്പോൾ പുതുക്കിയ പരീക്ഷ പിന്നീട് അറിയിക്കുമെന്നും ഇപ്പോൾ ഇന്നലെ ആ ഓർഡറിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ നീറ്റ് പരീക്ഷയ്ക്ക് പിന്നാലെ നെറ്റ് പരീക്ഷയിലും ക്രമക്കേട് നടന്നുവെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിച്ചിരിക്കുന്നു. മാത്രമല്ല, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ വളരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അല്ലാതെ തന്നെ ഇതിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാകണം, ഇതിൽ യാതൊരു മടിയും കാണിക്കരുതെന്നല്ലാതെ തന്നെയും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി രൂക്ഷമായി വിമർശിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, നിരവധി ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട്. അതുമാത്രമല്ല, അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ UGC നെറ്റ് പരീക്ഷ, അതും ഏറ്റവും ശ്രദ്ധേയമായ പരീക്ഷ തന്നെയാണ്. നമുക്കറിയാം, അസിസ്റ്റന്റ് പ്രൊഫസറിലേക്കും JRF അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കെല്ലാം നിലയും ഈ നെറ്റ് അത്യന്താപേക്ഷിതമാണ്. അതുകൂടാതെ ഇപ്പോൾ ഈ തവണ PhDക്കും നെറ്റിൻ്റെ ഈ ഒരു മാർക്ക് വെച്ചുകൊണ്ടാണ് PhDക്കും ഇത്തരത്തിൽ ഇൻ്റർവ്യൂ മറ്റെല്ലാം തന്നെ നടത്തുക. അങ്ങനെ ഏറെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. ആ നെറ്റ് പരീക്ഷയിലും ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഈ 2018 മുതൽ നെറ്റ് പരീക്ഷയെല്ലാം തന്നെ ഇപ്പോൾ ഈ OMR ഷീറ്റ് വഴിയാണ് നടത്തുന്നത്. അതും കൂടുതൽ സുതാര്യത ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു പരീക്ഷണം കൂടി നടത്തിയത്. പക്ഷേ എന്തായാലും അവിടെയും ഈ പരീക്ഷയിലുള്ള വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നെറ്റ് പരീക്ഷയിലും ക്രമക്കേട് ഉണ്ടായി എന്ന് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലും CBI ഡയറക്ടർ നേരിട്ട് അന്വേഷണം നടത്തുമെന്നൊക്കെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ നീറ്റിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നീറ്റിൽ ബീഹാറിൽ ഇന്നലെ 13 പേരടക്കം ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ അവിടെ ഒരു സംസ്ഥാന മന്ത്രി അടക്കമല്ലാതിൻ്റെയും സംശയത്തിൽ നിഴൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശരത്ത് ചൂണ്ടിക്കാട്ടാനുള്ളത്, ഈ നെറ്റിൻ്റെ ഈ ചില ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ശരി സിബി, ഇന്നത്തെ ഒരു ദിവസം ഏറ്റവും ശക്തമായ വാർത്തയായി തന്നെ മാറാൻ പോകുന്നത് അതാണ്. നിരവധി വിവരങ്ങൾ വരാനിരിക്കുന്നു. ഏതായാലും നീറ്റും നെറ്റും എല്ലാം സർവത്ര അഴിമതി നിറഞ്ഞ് ചോദ്യപേപ്പർ ചോർന്ന് ഈ കുട്ടികളെ ആകെ, പരീക്ഷ എഴുതുന്നവരെ ആകെ അവരെ മാനസിക സംഘർഷത്തിലാക്കുന്ന വിധം ഇതെല്ലാം വീണ്ടും പരീക്ഷ നടത്തേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നു. CBI അന്വേഷണം ഒരു ഭാഗത്ത്, ഇതെല്ലാം അടങ്ങുന്ന നിലയിൽ അങ്ങേയറ്റം സർവത്ര കുഴപ്പത്തിലെത്തി നിൽക്കുന്ന ഒരു അന്തരീക്ഷം രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട പരീക്ഷകളുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം അതാണ് വെളിവാകുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ഇന്ന് വളരെ സജീവമായി ഉയർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.